The first thing, what was about the love of God? ഒന്നാമത്തേത് എന്താണ് ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിച്ചത്? It is eternal love. Thank you. Secondly, നിത്യമായ സ്നേഹമാണ്. Secondly, it is covenantal love. Beautiful. ഒരു ഉടമ്പടിയുടെ സ്നേഹമാണ്. Thirdly, yeah, it is lavish, extravagant love. അത് ധാരാളിത്തമായ സ്നേഹമാണ്. And then it is holy and just. It takes care of our issues, at the same time it holds us accountable in our walk. വിശുദ്ധിയും ന്യായവുമുള്ള സ്നേഹമാണ്. But it also, we said that this love comes to not the deserving, but reaches out to us to make us deserving. അത് മാത്രമല്ല, നമ്മൾ കണ്ടത് ഈ സ്നേഹം എന്ന് പറയുന്നത് യോഗ്യതയുള്ളവർക്കല്ല, യോഗ്യതയില്ലാത്തവരെയും തേടി വരുന്നതാണ് ഈ സ്നേഹം. But then we finally said this love demands a response from us. We cannot be dry in that love, and we have to respond to God and to people around us with the same love with which we receive from the Father. മാത്രമല്ല, നമ്മൾ കണ്ടത് ഈ സ്നേഹത്തിൽ നമുക്ക് ഉണങ്ങിയവരായിരിക്കാൻ കഴിയത്തില്ല. ഈ സ്നേഹത്താൽ കുതിരപ്പെട്ടവരായി ദൈവത്തോടും മറ്റുള്ളവരോടും ഈ സ്നേഹം നമ്മൾ കാണിക്കുന്നവരായും ജീവിക്കണം. So if your prayer life is running out, if your word life is drying out, you have to check your level of love that you have, not your love for God, but God's love that you have received in your own heart. നമ്മളെ പ്രാർത്ഥനാ ജീവിതത്തിൽ ശുഷ്കാന്തി ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഡ്രൈനസ് അനുഭവിക്കുന്നുവെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം, ദൈവത്തിന് നമ്മളുള്ള സ്നേഹം എത്രമാത്രം നമ്മൾ മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു. And we finally said, to the extent we receive the love of God is the measure that we will give out to others around us. നാം എത്രമാത്രം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നതിന്റെ തെളിവാണ് മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നത്. അതിലൂടെയാണ് അറിയുന്നത് എത്രമാത്രം നാം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നു എന്നുള്ളത്. So we launched the study of the love of God from the benediction that is pronounced in a church, usually at the fag end of the service. നമ്മൾ തുടങ്ങിയത് നമ്മൾ ആരാധനയുടെ സഭായോഗങ്ങൾ കൂട്ടായ്മയുടെ അവസാനം ആശീർവാദം നമ്മൾ പറയുവാൻ ഉപയോഗിക്കുന്ന ആ ആശീർവാദ വചനങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ തുടങ്ങി. And I desire, just like it has transformed me, you will wait for every benediction in every service so that you can receive what we are studying and understanding. എൻ്റെ പ്രാർത്ഥന രാവിലെ പറഞ്ഞതുപോലെ നമ്മൾ ബെനഡിക്ഷൻ കഴിഞ്ഞപ്പോൾ ഓടിപ്പോകുന്നവരല്ല, ആ ബെനഡിക്ഷന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ ആ ബെനഡിക്ഷൻ ആശീർവാദത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണത്. The first thing we said was the love of the Father. നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് പിതാവാം ദൈവത്തിന്റെ സ്നേഹം. But the second line of the benediction is the grace of our Lord Jesus Christ. ആശീർവാദത്തിന്റെ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കൃപ എന്നുള്ളതാണ്. Shout with me 3 times, the grace of our Lord Jesus Christ. 3 പ്രാവശ്യം എന്നോടൊന്ന് ചേർന്ന് പറയേ, യേശുക്രിസ്തുവിന്റെ കൃപ, യേശുക്രിസ്തുവിന്റെ കൃപ. ഒന്നുകൂടെ, come on. യേശുക്രിസ്തുവിന്റെ കൃപ. We have to truly understand the depth and the riches of this word so that we can live out this grace of our Lord Jesus Christ. ഈ ശബ്ദത്തിന്റെ, ഈ വാക്യത്തിന്റെ ആഴവും അതിന്റെ ഘനവും നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന്റെ ഗൗരവത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. This has been misinterpreted, this has been misused, overused. We ignore all of that. We go straight to the word of God and want to understand what is this pronunciation or this declaration, this Pauline declaration of the grace of our Lord Jesus Christ. ഈ പൗലോസിന്റെ ഈ വാക്കുകൾ പലതും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണ്, തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ കർത്താവിന്റെ വചനത്തിലേക്ക് തന്നെ നമ്മൾ നേരിട്ട് പോവുകയും അതിന്റെ അർത്ഥം ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴേ അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. Lift up your Bibles and say, Lord, speak to me this evening. ഇന്ന് രാത്രി പറയാൻ കഴിയും, ബൈബിൾ നിർത്തി കർത്താവേ എന്നോട് സംസാരിക്കണം. I am attentive to your word. കർത്താവേ, ഞാൻ ഇന്ന് രാത്രി നിന്റെ വചനം ശ്രദ്ധിക്കും. I open my heart, O Lord. എൻ്റെ ഹൃദയം ഞാൻ തുറന്നിരിക്കുന്നു. I am willing to change. കർത്താവേ, ഞാൻ മാറുവാൻ മനസ്സുള്ളവനാണ്. And I am willing to submit to your word this evening. കർത്താവേ, നിന്റെ വചനത്തിന് കീഴ്പ്പെടുവാൻ ഞാൻ മനസ്സുള്ളവനാണ്. I remove every bias this evening. കർത്താവേ, എൻ്റെ മനസ്സിലുള്ള സകല ബയസ് ഞാൻ മാറ്റിവെക്കുന്നു. Give this fresh milk of the word of God to me, O God. കർത്താവേ, അങ്ങയുടെ വചനാത്മത്തിന്റെ മാലിന്യമില്ലാത്ത ആ പാല് എനിക്ക് ഇന്ന് കുടിക്കുവാൻ കൃപ തരണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. John chapter 1 verses 14 through 18, we will read this together. We'll make this the basis and then we'll study as we did in the morning. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14 through 18. 14 മുതൽ 18 വരെ. Everybody open your Bible, we read it together, okay? John 1:14 through 18.
യോഹന്നാൻ 1:14 മുതൽ 18 വരെ ഒരുമിച്ച് വായിക്കുന്നു. 1, 2, and 3 loudly. Come on. നമുക്ക് ഒരുമിച്ച് വായിക്കാം. And the word became flesh and dwelt among us, and we have seen his glory, glory as of the only Son from the Father, full of grace and truth. John bore witness about him and cried out, "This was he of whom I said, he who comes after me ranks before me, because he was before me." 16. For from his fullness we have all received grace upon grace. 17. For the law was given through Moses, grace and truth came through Jesus Christ. 18. No one has ever seen God, the only God who is at the Father's side. He has made him known. Shout aloud, hallelujah. ഒന്ന് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. Okay, so two words that go parallel because of the original words and because of the difficulty in understanding these original words is mercy and grace. Mercy and grace. ഈ രണ്ട് വാക്യങ്ങൾ സമാന്തരമായി പോകുന്നു. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂലഭാഷയിൽ നിന്നും നമ്മുടെ ഭാഷയിലേക്ക് വ്യാഖ്യാനം ചെയ്തപ്പോഴുള്ള തർജ്ജിമ ചെയ്തപ്പോഴുള്ള ബുദ്ധിമുട്ടാണ് മേഴ്സി, കരുണയും mercy and grace. Kruvai. Yeah. Karunayum kruvai. And in Urdu is very close to Hebrew. So one word used in the Hebrew is rahem. Rahem, if you know Hindi or Urdu, it means rahem means kindness, loving kindness. എബ്രായ ഭാഷയോട് വളരെ അടുത്ത് ഉള്ള ഒരു ഭാഷയാണ് ഉറുദു ഭാഷ. ഉറുദു ഭാഷയിൽ രഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ദയ, kindness, സ്നേഹമുള്ള ദയ. So I'll ask you these words because they mean a lot and we want to help you to be rich in the word of God. So one word is rehem, the other word is hesed. God willing, we'll find some time to talk about that later on in the week. Hesed, rehem, everybody say rehem and hesed. Say this. Rehem and hesed. Shout it, rehem and hesed. Rehem and hesed. The third, the New Testament equivalent is charis. Charis. പുതിയമത്തില് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പദം കാരിസ് എന്നുള്ളതാണ്. And there are different connotations, different meaning. It's like all these words are like huge trees. And they have different branches. And you can only hang on to one, but you have to understand the whole beautiful meaning of these words that are in the scripture. ഈ മൂലഭാഷയുടെ ഒരു വിഷയം അതിനെല്ലാം പല അർത്ഥങ്ങളുണ്ട്. അതൊരു ട്രീ പോലെയാണ്, ഒരു അനേക ബ്രാഞ്ചസ് ഉള്ള ഒരു മരം പോലെയാണ്. പക്ഷെ നമുക്ക് എല്ലാത്തെയും ഫോക്കസ് ചെയ്യാൻ കഴിയത്തില്ല, ഒരു ആസ്പെക്ട് മാത്രമേ ഫോക്കസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. So for example, the Greek word charis, which we use for grace, is also means thankfulness. കൃപ എന്നുള്ള മലയാളം വാക്കിൻ്റെ വാക്ക് ഗ്രീക്ക് പദമായ കാരിസിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത് thankfulness, നന്ദി കരേറ്റുക. For example, Luke will tell in his gospel, Jesus lifted the bread and gave charis, gave thanks to the heavenly Father. ഉദാഹരണം പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു അപ്പം എടുത്തു വാഴ്ത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്, നന്ദി കരേറ്റി എന്നാണ്. പക്ഷെ മൂലഭാഷയിൽ കാരിസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. And this same charis is the charismata which we talk about as Pentecostals. That is our favorite word. ഈ കാരിസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് കരിസ്മാറ്റ എന്നുള്ള പദം. അത് നമ്മൾ പെന്തക്കോസ്തുകാരെ നമുക്ക് വളരെ ഉണ്ട്, കൃപാവരം, അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. Grace, in the core essence for our understanding this evening, grace, basically the first understanding of grace for us is salvation. കൃപ എന്ന് പറയുമ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ, പുതിയ വിശ്വാസികളുടെ ബന്ധത്തിൽ ഏറ്റവും അർത്ഥവത്തായി കാണുന്നത് രക്ഷയുള്ള ബന്ധത്തിലാണ്. 1 Timothy 1:14. 1 തിമോഥെയോസ് 1:14. Okay, somebody else opens Romans 3:24 through 26. റോമർ 3:23 മുതൽ 26 വരെ മറ്റൊരാൾക്ക്. So this is more a Bible study that is helping us to transform us and to live out the scriptures. So let's read 1 Timothy 1:14. കർത്താവിന്റെ വചനത്തിലെ ഒരു സ്റ്റഡിയൂടെയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ അത് കാരണമായി തീരും. And it says in English, the grace of our Lord
overflowed for me with the faith and love that are in Jesus Christ. ഈ നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി അത്യന്തം വർദ്ധിച്ചു. So when Paul is writing to Timothy, he is reminding him that the grace that was extended through Jesus was for salvation, became the means of our salvation. ഈ പൗലോസിലൂടെ ദൈവാത്മാവ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ ദൈവകൃപ വെളിപ്പെട്ടു, അത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. All right, so please remember, grace is salvation that is offered from heaven to us as കൃപ sinners. എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി വെളിപ്പെട്ട രക്ഷയാണ്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രക്ഷയെക്കുറിച്ചാണ് കൃപ എന്ന് പറയുമ്പോൾ ആദ്യം അർത്ഥമാക്കുന്നത്. Okay, I'm going to define two more words. I need your attention. ഞാൻ രണ്ട് പദങ്ങളൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ They ആഗ്രഹിക്കുന്നു. are sitting very close to one another, but they mean the opposite things. ഈ രണ്ട് പദങ്ങളും അടുപ്പിച്ചടുപ്പിച്ചാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് രണ്ട് വ്യത്യസ്ത വിപരീത അർത്ഥമാണ്. One is mercy, the other is grace. ഒന്ന് കരുണ, മറ്റത് കൃപ. Everybody say mercy and grace. കരുണ കൃപ. One more time. കരുണ കൃപ. What is mercy? എന്താണ് കരുണ എന്ന് പറയുന്നത്? Mercy is when we don't get what we deserve. It is mercy. നമുക്ക് അർഹതപ്പെട്ടത് ലഭിക്കുന്നതാണ്. അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കുമ്പോൾ അതിന് കരുണ എന്ന് പറയും. So I will help you to understand. When I'm a sinner, right? And I come to the Father, and the Father has to punish me because He's a loving and just God. But when I'm not punished, I have received what? Mercy. അതായത് ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണ്, ആ ശിക്ഷയ്ക്ക് അർഹനാണ്. എന്നാൽ പിതാവ് എന്നെ ശിക്ഷിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കരുണ കൊണ്ടാണ്. അതിന് കരുണ എന്ന് So പറയുന്നു. please understand, every time you come to the presence of God, you have to thank God that you have been spared, you have been let go, you have been given one more opportunity to go and thank the Lord in your life. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് നാം ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ശിക്ഷിക്കപ്പെടാതെ ദൈവം നമ്മളോട് കരുണ കാട്ടി, അതുകൊണ്ടാണ് ദൈവത്തിന് നന്ദി കരയേറ്റേണ്ടത്. ദൈവസ്ഥലിൽ വരും. So mercy is when I don't get what I deserve. അതായത് ഞാൻ അർഹിക്കുന്നത് എനിക്ക് ലഭിക്കാതെ വരുന്നതാണ് കരുണ എന്ന് പറയുന്നത്. But then what is grace? എന്താണ് കൃപ എന്ന് It's പറയുന്നത്? totally opposite. അതിന്റെ നേരെ വിപരീതമാണ്. When I get what I don't deserve, that is called grace. അതായത് എനിക്ക് അർഹതപ്പെടാത്തത് ലഭിക്കുന്നതാണ് കൃപ എന്ന് പറയുന്നത്. How many are confused? Say hallelujah. എത്ര പേര് കൺഫ്യൂഷൻ ആയിരിക്കുന്നു? അങ്ങനെയുള്ളവർ നാലല്ലേ. There are only two conditions: either you understood nothing or you ഒന്നുകിൽ ഒന്നും understood everything. മനസ്സിലായില്ല, അല്ലെങ്കിൽ എല്ലാം മനസ്സിലായി. So again an example to help you. വേറൊരു ഉദാഹരണം പറയട്ടെ. The passing marks in the exam is 36. In India, I don't know about here. ഇന്ത്യയിൽ ജയിക്കാനുള്ള മാർക്ക് 36 മാർക്കാണ്. I scored 31 with everything that was within me. അതായത് സകല കഴിവ് ഉപയോഗിച്ച് എനിക്ക് 31 മാർക്ക് കിട്ടി. And I have to clear this exam for me to go to the next class. എന്നാൽ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ എനിക്ക് 36 മാർക്ക് കിട്ടിയാലേ പറ്റത്തുള്ളൂ. And then the teacher takes the red pen, and having known me and having known my character in the class or whatever, or my family circumstances, she has pity on me. She adds +5, makes it 36 and says promoted to the next class. ടീച്ചർ എൻ്റെ ക്യാരക്ടറൊക്കെ നോക്കിയിട്ട് സ്വഭാവമൊക്കെ മനസ്സിലാക്കി വലിയ കുഴപ്പമില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞ് 5 മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ട് 36 മാർക്ക് തന്നു. Did I deserve those 5 marks? ഈ 5 മാർക്ക് ഞാൻ എനിക്ക് അർഹതപ്പെട്ടതാണോ? അല്ല. You can be louder. No. Right? Did I have a right for those 5 marks? ആ 5 മാർക്ക് വാങ്ങിക്കുവാൻ എനിക്ക് യോഗ്യതയുണ്ടോ? റൈറ്റ് ഉണ്ടോ? അവകാശമുണ്ടോ? No, I don't have. But the teacher, being more powerful than me, being in a position higher than me, being in a capacity where she can extend those marks to me, she says +5, and I receive what I don't deserve, and I move on in life. എന്നാൽ എൻ്റെ ടീച്ചർ അത് തരുവാൻ അർഹതയുള്ളവളാകിയാൽ, അതിന് അധികാരപ്പെട്ടതാകിയാൽ എനിക്ക് 5 മാർക്ക് തന്നു.
എന്നെ പ്രൊമോട്ട് ചെയ്തു. So all my life I can say I moved on to grade 11, let's say. എനിക്ക് പറയാൻ കഴിയുന്ന 6 ൽ 7 ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെട്ടെന്ന് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. But only I and the teacher know that it was by grace, not by merits, because of what I have studied. പക്ഷേ എനിക്കും ടീച്ചറിനും മാത്രമേ ഉള്ളൂ ഞാൻ പഠിച്ച് എനിക്ക് ലഭിച്ച മാർഗിന്റെ അടിസ്ഥാനത്തിലല്ല, ടീച്ചർ എന്നോട് കാണിച്ച കൃപയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെട്ടത്. That is the other meaning of grace. When you do something for God, when God does something to you, it is not because you were good, it is not because you were deserving, but when the Father extends a helping hand, when the Father provides a way for you, you do something and then you declare, this is the grace of God over my life. ഇതുപോലെയാണ് കർത്താവ് നമുക്ക് അർഹതപ്പെട്ടത് അർഹതയില്ലാത്തത് പിതാവാം ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മളോട് കർത്താവ് കാണിക്കുന്ന ആ കൃപ, അതാണ് കൃപ എന്ന് പറയുന്നത്. We'll come to that, but the core meaning, let me remind you, hit you again, the core meaning of grace is salvation. I did not deserve salvation. I was supposed to die, but heaven extended favor upon me. Heaven extended the extra marks over my life, and I am saved by the grace of our Lord Jesus. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന കൃപയെന്ന് പറയുമ്പോൾ പിതാവായ ദൈവം ഞാൻ അർഹിക്കപ്പെടാത്തത് എന്നോട് കാണിച്ച ദൈവിക കൃപയാണ് എൻ്റെ രക്ഷ. ഞാൻ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാലാണ്, അതിന് ഞാൻ യോഗ്യനല്ല. We said from the book of the epistle of Ephesians, anybody remembers the scripture where we say it was not because of our works, we were dead in sin, still Christ gave his life for us and gave us salvation. ഇന്ന് രാവിലെ നമ്മളത് പറഞ്ഞ വാക്യമാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മളെ ക്രിസ്തുവിന്റെ കൃപ നിമിത്തം നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. What scripture was that? Open your Bibles and check. 2:8 also, but 2:5 also. 2:5 also. 2:5 2:8 I want to read that this evening for you. ഈ വൈകിയ സമയം അത് വായിക്കാനായിട്ട് It ആഗ്രഹിക്കുന്നു. says, even when we were dead in our trespasses, he made us alive together with Christ. By grace, I'm changing the word there, I have been saved. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന എന്നെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. I have been saved by grace. I have been, ഞാൻ കൃപയാൽ അത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Shout it to yourself, I have been saved by grace. ഉറച്ചെന്ന് പറഞ്ഞാട്ട് കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. See, when we have Christian heritage, we have many good things, but we fall short of many things also. ആക്ച്വലി ക്രിസ്തീയ പാരമ്പര്യം ഉള്ളത് നല്ലതാണ്, പക്ഷേ അത് നിമിത്തം നമുക്ക് മറ്റു പല നന്മകളും നഷ്ടപ്പെടുകയാണ്. Too many times we don't enjoy these words, we don't live out these words because we have heard them from when we were in our mother's womb, and sometimes they lose the meaning and we lose the joy as a result. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചപ്പെട്ടിട്ട് നമുക്ക് പറ്റുന്ന പരാജയം, അമ്മയുടെ ഉദരം മുതലേ നമ്മളിത് കേൾക്കുകയാണ്, അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല, നമ്മൾ അതിൻ്റെ അർത്ഥവും ഗ്രഹിക്കുന്നുമില്ല. Number one, grace is salvation through Jesus for me. സ്തോത്രം. അപ്പം ഒന്നാമത്തേത് എന്നെ സംബന്ധിച്ച് ദൈവകൃപ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച ദൈവകൃപയാണ്. Lift up your hands and thank God for this grace extended to you in Jesus. യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച കൃപയ്ക്കായി നന്ദി പറയാൻ കഴിയുമോ? ഒന്ന് 5 ഹല്ലേലൂയ എന്ന് പറയാമോ? ഹല്ലേലൂയ. Come on. Hallelujah. Hallelujah. And this grace, part of this itself, this grace is personified in the personality, in the life, and in the teachings of our Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പീരിലും വ്യക്തിത്വത്തിലും ഈ കൃപയെ വ്യക്തിയായി ചിത്രീകരിച്ചിരിക്കുന്നു. He was full of grace. യേശുക്രിസ്തു കൃപ നിറഞ്ഞവനായിരുന്നു. It says in Luke 2:40, he grew up in the grace of both God and man. ലൂക്കോസ് 2:40 പറയുന്നത് ദൈവത്തിന്റെ മനുഷ്യരുടെ കൃപയിൽ അവൻ വളർന്നു വന്നെന്നാണ്. In another instance, Dr. Luke will tell his teachings were full of grace. ലൂക്കോസ് തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നു അവന്റെ യേശുക്രിസ്തുവിന്റെ ഉപദേശം മുഴുവൻ കൃപ നിറഞ്ഞതായിരുന്നു. That means they were attractive, they were powerful, they had a magnetic power in them. These are all the meanings and the shades of grace that is അതിന്റെ upon അർത്ഥം എന്ന് Jesus. പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ കൃപ നിറഞ്ഞതുകൊണ്ട്
കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിരുന്നു, അവർക്ക് അനുഗ്രഹമായിരുന്നു. And Paul uses another term, seasoned with salt. That is also the same meaning, having grace in your conversations, he says. പൗലോസ് മറുഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ സംഭാഷണത്തിൽ കൃപയോടുകൂടി ആയിരിക്കണം നിങ്ങളുടെ സംഭാഷണമെന്ന്. അതാണ് മറ്റൊരു അർത്ഥം എന്ന് So പറയുന്നത്. the first and primary meaning of grace or charis or hesed or rehem is grace in Jesus and grace through Jesus. അപ്പം രഹമെന്ന് പറഞ്ഞാലും കാരിസ് എന്ന് പറഞ്ഞാലും ഹെസദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം അർത്ഥം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച കൃപ എന്നുള്ളതാണ്. Can you shout along Jesus? Lovingly call him Jesus. ജീസസ്, ഹല്ലേലൂയ, Jesus. ജീസസ്. And that is why John would say grace upon grace. That means basically simply unending, never failing, like we said this morning, abundant grace upon grace upon grace. ഈ കൃപയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. വാക്കുകൾ പോരാതെ വരുന്നതുകൊണ്ട് കൃപമേൽ കൃപ എന്ന് പൗലോസ് All പറയുന്നു. right. The second meaning, we don't have the time this evening, but second meaning of grace, second meaning. രണ്ടാമത്തെ അർത്ഥം, കൃപയുടെ രണ്ടാമത്തെ അർത്ഥം, Grace also means unmerited favor, unmerited favor. കൃപയുടെ രണ്ടാമത്തെ അർത്ഥം യോഗ്യതമില്ലാത്ത സ്ഥാനത്ത് കാണിച്ച ഫേവർ എന്നുള്ളതാണ്. Yeah, favor is a very good word. I don't know what is the Malayalam or Hindi equivalent, but favor is somebody higher than you extending to you what you don't deserve, what you thought could never happen, and they extend that favor to you. നിങ്ങൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ലെന്നും നിങ്ങൾക്കതിന് യോഗ്യതയില്ലെന്നും തോന്നുന്ന സാഹചര്യത്തിൽ നിങ്ങളെക്കാളിലും ഉന്നതനായ ഒരു വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന പ്രത്യേക ഒരു ഫേവറാണ്. അതാണ് ഗ്രേസ്, കൃപയുടെ മറ്റൊരർത്ഥം. And the other part, it could also flow because of a petition from the receiver, but it could then also flow from the bounty or the largesse or the generosity of the giver also. ഇത് യോഗ്യതയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നതെങ്കിലും മനസ്സിലാക്കുന്നതിനപ്പുറമായി ഇത് പകരുന്നയാൾ, ഈ കൃപ കാണിക്കുന്നയാളുടെ മഹാ മനസ്സുമാണത് കാണിക്കുന്നത്. Everybody say generosity. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മഹാമനസ്കത. Generosity. മഹാമനസ്കത. Say large-heartedness. Extravagant. This word is coming again, and I'm so happy when we said about lavishness this morning. But Luke 1:30 says that Mary, this teenage girl, received favor from God and she became pregnant, it says. ലൂക്കോസിന്റെ സുവിശേഷം 1:30 നമ്മൾ കാണുന്നു, ഈ യേശുവിന്റെ അമ്മയായ മറിയെക്കുറിച്ച് ഈ യുവതിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന്. Exactly, it says in 1:30, and the angel said to her, "Do not be afraid, Mary." Shout it with me. "For you have found favor with God." ദൂതൻ അവളോട് പറയാണ്, മറിയേ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചുവെന്ന്. In this sense, favor makes the impossible possible in your life. അപ്പം ഈ കൃപ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അസാധ്യമായതിനെ സാധ്യമാക്കുന്നതാണ് ഈ കൃപ. And this is not just human favor we are talking about. We are talking about divine favor. This favor enables you to overcome circumstances and live out a powerfully glorious അത് life. മനുഷ്യൻ കാണിക്കുന്ന ഫേവർ അല്ല, ദൈവം കാണിക്കുന്ന ഫേവർ ആയതുകൊണ്ടാണ് എത്ര വലിയ സ്തോത്രം പ്രതിസന്ധി ഘട്ടങ്ങളെയും ഓവർകം ചെയ്യുവാൻ, അതിജീവിപ്പാൻ ദൈവം കൃപ പകരുന്നു. Favor of God will open up ways for you. അത് മാത്രമല്ല, ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് വേണ്ടി പുതു വഴികൾ തുറക്കും. The favor of God will usually precede you. അത് മാത്രമല്ല, ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് മുമ്പായിട്ടാണ് നടകൊള്ളുന്നത്. Usually the favor of God is always more than you asked, thought or അത് imagined. മാത്രമല്ല, ഞാനും നിങ്ങളും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായിട്ടാണ് ഈ കൃപ പകരുന്നത് നമ്മുടെ മേൽ. You don't deserve the favor of God, but you can always expect the favor of God. ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യാൻ കഴിയത്തില്ല, എന്നാൽ ദൈവത്തിന്റെ കൃപ നമുക്ക് പ്രതീക്ഷിക്കാം. I cannot go to the king of this nation and say, I demand a favor from you, sir. എനിക്ക് ഈ രാജ്യത്തിന്റെ കിങ് ചാൾസിന്റെ അടുത്ത് പോയിട്ട്, സർ എനിക്ക് നിങ്ങളുടെ ഫേവർ വേണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. But at the same time, I can make a petition to the king through the right means and through the right channels for favor upon my life. എന്നാൽ ആ രാജാവിനോട് ശരിയായ രീതിയിൽ അദ്ദേഹത്തോട് അപേക്ഷിക്കാം,
എന്നോട് കരുണ കാട്ടണമേ, കൃപ കാട്ടണമേ. We are in this nation because of the favor of our Lord Jesus ഈ Christ. രാജ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ മൂലമാണെന്ന് നമ്മൾ You are in your particular jobs because of the favor of God over your life. നിങ്ങൾക്ക് ഇപ്പോൾ ആയിരിക്കുന്ന ജോലിയുടെ കാരണം ദൈവത്തിന്റെ കൃപയാണ്. You are alive because of the favor of God. നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. You are where you are because of the hand of the Lord. ഞാനും നിങ്ങളും ആരായിരിക്കുന്നു ആ ദൈവത്തിന്റെ കൃപയാണ്. Hey, can you rejoice with me this evening for the Hallelujah. favor of God upon our ദൈവത്തിന്റെ lives? കൃപ നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. The favor of God has healed you. ദൈവത്തിന്റെ കൃപയാണ് നമ്മെ The സൗഖ്യമാക്കിയത്. favor of God is the reason you are still alive this morning. ഈ വൈകിയ സമയം ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. I've heard stories in this congregation. People should have died in their sleep, but you are alive because of the favor of God. ഈ ആലയത്തില് സഭയിലെ വിശ്വാസികൾ ഞാൻ കേട്ടു, നിങ്ങൾ ഇവൻ ഉറക്കത്തിൽ തീർന്നു പോകേണ്ടവരാണ്, നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. Hallelujah! 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 Thank you, Jesus. Hallelujah. Favor of the Lord is enduring forever and ever. ദൈവത്തിന്റെ കൃപ എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ്. Please don't misuse this favor. But as I said earlier, you can always expect the favor of God in your lives if you are walking ഈ righteously. ദൈവകൃപയെ ദുരുപയോഗപ്പെടുത്തരുത്. ദൈവത്തിന്റെ കൃപയെ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. This favor can take somebody from the pit, put him in the palace, and from the palace put him in a powerful position to take care of a whole nation. ഹല്ലേലൂയ. ഒരു കുഴിയിൽ നിന്നും അഗാധ കൂപത്തിൽ നിന്നും ഒരുവനെ പൊക്കിയെടുത്ത് ഈ കൃപ സ്തോത്രം കൊട്ടാരത്തിൽ ഇരുത്തുകയും ഉന്നതമായ ശക്തിയേറിയ പദവിയിൽ ഇരുത്തുകയും ചെയ്യാം ആ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി. This favor can take the youngest of 7 brothers who is out in the wilderness with the sheep and nobody to listen to his songs. This favor can pull him out of the desert and make him the king of an emerging nation. ഒരു വീട്ടിലെ 7 പേരിൽ 7 മക്കളിൽ ഒരുവനായിരുന്നു. മറ്റാരും അവന്റെ പാട്ട് പോലും കേൾക്കുവാൻ ഇല്ലാത്ത സ്ഥാനത്ത് കാട്ടിൽ നിന്നും അവനെ പൊക്കിയെടുത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ കൃപ കൊണ്ട് രാജസ്ഥാനത്ത് ഇരുത്തുവാൻ കഴിയും. How many are understanding? Can you thank the Lord this evening? എത്ര പേർക്ക് ഇത് മനസ്സിലാകും? ഒരു ഹല്ലേലൂയ പോരാ, ഒരു അന്യഭാഷ പോരാ. We need a lifetime to thank God for the favor that He has bestowed, and He continues to bestow on our lives. This favor should make you humble in the presence of God. ഈ ദൈവകൃപ നമ്മെ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരാക്കണം. This favor will enable you to be humble enough to accept this godly provision and also divine people that God has placed over your life. ഈ ദൈവകൃപയെ നാം ശരിയായി മനസ്സിലാക്കുമ്പോൾ നമ്മെ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരാക്കും മാത്രമല്ല ദൈവത്തിന്റെ ജനത്തെ സ്നേഹിപ്പാനും കരുതുവാനും നമുക്ക് കൃപ ലഭിക്കുകയാണ് ചെയ്യുന്നത്. Turn to Acts 2:47 and you find that this favor is also through God received by the church in Jerusalem, and because of this favor they find favor with people, and the church ends up growing supernaturally also. അപ്പോസ്തല പ്രവൃത്തി 2:47 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു ഈ ദൈവത്തിന്റെ കൃപ നിമിത്തം ദൈവത്തിന്റെ ജനത്തിന് സഭയ്ക്ക് മറ്റുള്ളവരുടെയും ഫേവർ ലഭിച്ചെന്ന് കാണും നമ്മൾ. ആ നിമിത്തം ദൈവസഭ വളരുവാനിടയായി. Pastor, I did not know that you have a food bank ministry in the church when we were praying this afternoon. ഈ ചർച്ചിൽ ഒരു ഫുഡ് ബാങ്ക് മിനിസ്ട്രി ഉണ്ടെന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അതുവരെ അറിയത്തില്ലായിരുന്നു. But during lunch, one of the people shared this, that we have a weekly or monthly food bank ministry here. ഈ ഇന്ന് നമ്മുടെ രാവിലത്തെ സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് ആരോട് പറഞ്ഞ് നമുക്ക് വീക്കിലി ഒരു ഫുഡ് ബാങ്ക് ഈ ചർച്ചിലുണ്ടെന്ന്. But as we were praying, it was so evident. People going left and right will stop their cars, and just it happened in the revival of Wales and in the olden times. People will come inside to see what is happening, and God wants to show His favor to this place, to this physical place, by bringing His glory down and attracting the people towards salvation. എന്നാൽ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് ഈ റോഡിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവര് ഇവിടെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ കണ്ടുകൊണ്ട് ഇവിടേക്ക് വരുന്ന എന്നത് ഞാൻ കണ്ടു. ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തുവാൻ ദൈവം ഹല്ലേലൂയ തെരഞ്ഞെടുത്ത ഒരു സ്ഥാനം കൂടിയാണ് ഈ ആലയം എന്ന് മറന്നു പോകരുത്. That is why as a church you have to pray
to keep the doors open 7 days of the week. You have to find ways and reasons and people so that when they come, they know that Jesus is the Lord of our lives and He is the granter of favor and mercy. അതുകൊണ്ട് ദൈവസഭ ഹല്ലേലൂയ മനസ്സിലാക്കുകയും അതുപോലെ തിരിച്ചറിയുകയും ചെയ്യണം. എങ്ങനെ ഏത് വിധേനയും ഇത് 7 ദിവസവും സൺഡേയിലേക്ക് മാത്രമല്ല 7 ദിവസവും സഭ ഈ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവസഭ മാറണം. And you, as you pray for yourself, I'm very selfish, I pray that you would pray for our church in Udaipur also. We have huge gates that are closed 6 days of the week. They should be open for people to come in, to be prayed for, to be healed, to be provided for, to be counseled, to be set free, to be set loose, for deliverance ministry, for healing ministry, for counseling ministry. We need those doors open so that the world can know that Jesus is Lord and He is the Savior of our lives. നിങ്ങൾ അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. Yes. ഞങ്ങളുടെ ചർച്ചിലും അങ്ങനെ തന്നെ സംഭവിക്കുവാൻ Yes. 27 ദിവസവും ദൈവസഭയുടെ വാതിലുകൾ തുറന്നു കിടക്കുവാൻ, Amen. ജനം കടന്നു വരുവാൻ, Amen. കൗൺസിലിംഗിന് വേണ്ടി, Amen. ഹീലിംഗിന് വേണ്ടി, Amen. സൗഖ്യത്തിന് വേണ്ടി Amen. ദൈവ കൃപ അനുഭവിക്കുവാൻ ജനം കടന്നു വരണം. അതിന് നാം പ്രാർത്ഥിക്കണം. The favor of God will grow the church. ദൈവത്തിന്റെ കൃപയാണ് ദൈവസഭയെ The വർദ്ധിപ്പിക്കുമാറാക്കുന്നത്. favor of God will bless the people of God. ദൈവത്തിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നത് ദൈവകൃപയാണ്. Yes, financial miracles will happen, but that is not the big story. ഈ ദൈവത്തിന് അത്ഭുതങ്ങൾ സംഭവിക്കും, അതുപോലെ സാമ്പത്തിക നന്മ ഉണ്ടാകും, അതൊന്നും വലിയ വിഷയങ്ങളല്ല. But when lives are transformed, that is when true grace is revealed for the people of God. ജനങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുന്നതാണ് ഈ ദൈവകൃപയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. Grace is the extension of the supernatural gifts of the Holy Spirit. That is also grace. Charismata, charis. മൂന്നാമത് ദൈവകൃപയുടെ അർത്ഥം കർത്താവിന്റെ ആത്മാവിന്റെ വരങ്ങളെ പകുത്തു നൽകുന്നതിനാണ് ദൈവകൃപ എന്ന് പറയുന്നത്. അതിന്റെ മൂന്നാമത്തെ അർത്ഥം. What we call the gifts of the Holy Spirit is actually grace of the Holy Spirit or the charis of the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ വരങ്ങളെ കുറിച്ച് പറയുന്ന പേര് കൃപാവരങ്ങൾ എന്നാണ്. കാരണം ആ വരങ്ങൾ ദൈവകൃപയാൽ ലഭിക്കുന്നവയാണ്. It says in 1 Corinthians 1:4, I give thanks to my God always for you because of the grace of God that was given you in Christ Jesus. 1 കൊരിന്ത്യർ 1:4 നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിമിത്തം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട കൃപ നിമിത്തം ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Romans 12:6 says, having gifts that differ according to the grace that is given to us, let us use them. റോമർ 12:6 പറയുന്നു ദൈവത്തിന്റെ കൃപ നിമിത്തം ലഭിച്ച വരം എന്നുള്ളത്. അതുകൊണ്ട് കൃപ നിമിത്തം ലഭിച്ച വരം. Ephesians 4:7 but grace was given to each one of us according to the measure of Christ. എഫെസ്യർ 4:7 പറയുന്നു ഓരോരുത്തർക്കും ദൈവത്തിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. 1 Peter 4:10 says, as each has received a gift, use it to serve one another as good stewards of God's manifold grace. 1 പത്രോസ് 4:10 പറയുന്നു ദൈവത്തിന്റെ ഓരോരുത്തർക്കും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഹല്ലേലൂയ. Grace means spiritual gifts. കൃപയുടെ മൂന്നാമത്തെ അർത്ഥം കൃപ വരങ്ങളാണ്. The first is, we said, grace as salvation. ആദ്യത്തെ അർത്ഥം നമ്മൾ കണ്ടു, കൃപയുടെ അർത്ഥം രക്ഷ എന്നുള്ളതാണ്. Secondly, we said grace as favor. രണ്ടാമത് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ ഫേവർ ആണ് കൃപ എന്നുള്ളതിന്റെ അർത്ഥം. Thirdly, grace as spiritual gifts. മൂന്നാമത് കൃപ വരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണ് കൃപ എന്ന് പറയുന്നത്. And some of the scriptures will help you to understand that when we talk about charismata or the spiritual gifts, it is not for my edification, it is to serve one another. ഈ കൃപാ വരങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കണം, നമുക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, ദൈവസഭയെ പണിയുവാൻ വേണ്ടിയുള്ളതാണ് എന്ന് നാം വായിക്കുന്നു. One day I was trying to teach some youngsters this, and the Lord impressed upon our heart that if
if your charismata is serving you, then it is not charismata. It has to serve others. It has to be the benefit of others. Then you are exercising your spiritual gifts. ഞാൻ ഒരിക്കൽ ചെറുപ്പക്കാർക്ക് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൽ മനസ്സിലാക്കി തന്നതാണ്. സോ ഈ ദൈവം കൃപാവരങ്ങൾ തരുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിനും സ്വന്തം ആത്മീയ വർധനയ്ക്ക് വേണ്ടിയല്ല, പിന്നെയോ അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയുള്ളതാണ് കൃപാവരങ്ങൾ. When I have a spiritual gift, I serve others. എനിക്ക് കൃപാവരമുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു ആ വരം കൊണ്ട്. I'm not looking for my benefit, name, fame, money, power, position. No, I'm using my gifts to build others up and to glorify Jesus. എനിക്ക് ദൈവം തന്ന കൃപ ഞാൻ ഉപയോഗിക്കുമ്പോൾ അത് എനിക്ക് നന്മയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ പേരോ പ്രശസ്തിയോ പദവിയോ പണത്തിനു വേണ്ടിയല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ഞാൻ ഉപയോഗിക്കുന്നു, അവരെ ബിൽഡപ്പ് ചെയ്യുവാൻ. Another aspect of this true spiritual gift is never competitive in nature, always complementing in nature. അത് മാത്രമല്ല, കൃപാവരങ്ങളുടെ മറ്റൊരു പ്രത്യേകത ഒരിക്കലും ഒരു മത്സരത്തിന് വേണ്ടിയല്ല കൃപാവരങ്ങൾ, മറിച്ച് ഇത് രണ്ടും അനുപൂരകങ്ങളാണ്. ഒരാളിലുള്ള കുറവ് മറ്റൊരാൾ പൂരിപ്പിക്കുന്നു, അങ്ങനെ അനുപൂരകങ്ങളാണിത്. Where competition comes in, flesh is trying to push its way into this spiritual charismata. It has to be killed, it has to be sacrificed. ഈ കൃപാവരമുള്ളിടത്ത് ജഡം പൊങ്ങി വരുവാൻ സാധ്യതയുണ്ട്. ജഡത്തിന് അവസരം കൊടുക്കരുത്, ജഡത്തെ കൊല്ലണം. എങ്കിൽ മാത്രമേ കൃപാവരങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. And God does not want to kill your flesh. You have to kill your flesh in prayer and in fasting like this, so that God can be revealed more through your life. ദൈവം എൻ്റെ നിങ്ങളുടെയും ജഡത്തെ കൊല്ലത്തില്ല, പിന്നെയോ ഞാനും നിങ്ങളിലും ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഈ ജഡത്തെ കൊല്ലണം. And the more we sacrifice and we deny ourselves, the more these gifts, this charismata, this favor, this grace will be manifested. എത്രത്തോളം നമ്മുടെ ജഡത്തെ നാം കൊല്ലുകുമോ അത്രമാത്രം ഈ കൃപാവരങ്ങൾ നമ്മൾ വെളിപ്പെട്ടു വരും. There is an aspect of asking for certain graces. It is allowed. You can ask the Lord for certain kind of gifts. നമ്മൾ ചോദിക്കാറുണ്ട്, ഒരു ചില പ്രത്യേക കൃപാവരങ്ങൾ ചോദിക്കാൻ പറ്റുമോ ദൈവത്തോട്? തീർച്ചയായിട്ടും ചില പ്രത്യേക നമുക്ക് ഇഷ്ടമുള്ള ചിലതിനെ ചൂസ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? തീർച്ചയായും ചോദിക്കാം. But majorly according to the scriptures, it is the giver who decides what to give. പക്ഷേ ചോദിക്കാൻ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, തടസ്സമില്ലെങ്കിലും കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇത് കൊടുക്കുന്നവനാ തീരുമാനിക്കുന്നത് ഏത് വരം കൊടുക്കണമെന്നുള്ളത്. But then the best part about this is you don't have to ask only for one or two. You can ask for the giver himself, and he will manifest each one of those through your lives in the time to come. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കിതിൽ ഒന്ന് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളെന്നല്ല. ആ കർത്താവിന് സ്തോത്രം. ഇത് കൊടുക്കുന്നയാൾക്ക് മഹാമനസ്കനായകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തോട് ഏതു വരത്തെയും ചോദിക്കുവാൻ കഴിയും, അവൻ തരുമെന്ന് വിശ്വസിക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്തുവാ പറയുന്നത്? How many are understanding what the Lord is trying to teach us this എത്ര പേർക്ക് evening? മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. Grace as salvation. കൃപ എന്ന് പറയുന്നത് ഒരു രക്ഷയാണ് അതിന്റെ ആദ്യത്തെ അർത്ഥം. Grace as favor. കൃപയിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ട്. Grace as spiritual gifts. അതെ, ഈ കൃപയിൽ കൃപാവരങ്ങളുണ്ട്. But the fourth is what I call grace for daily living. നാലാമത് ഞാൻ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ കൃപ ഓരോ ദിവസവും ജീവിപ്പാൻ ആവശ്യമാണ്. You need this grace, you need this charis, not just to shine on the pulpit, but when nobody is watching, you need this grace to fight sin. Hallelujah. You need the grace of God. എല്ലാവരും കാണുമ്പോൾ സ്റ്റേജിൽ നിന്ന് വിളങ്ങുവാൻ മാത്രമല്ല കൃപ ആവശ്യമുള്ളത്, ആരും കാണാതിരിക്കുമ്പോൾ രഹസ്യ ജീവിതത്തിൽ പാപത്തോട് എതിർത്ത് വിജയകരമായി ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദിനംതോറും ദൈവകൃപ ആവശ്യമുണ്ട്. Okay, and then 2 Corinthians 8:4 says, begging us earnestly for the favor of taking part in the relief of the saints. That means charis also means suffering and enduring pain or parting. 2 കൊരിന്ത്യർ 8:4 വരുമ്പോൾ ഈ കൃപയ്ക്ക് മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ഈ കഷ്ടത സഹിപ്പാൻ ഉള്ള കൃപ, അതും ഇതിനകത്തിലുണ്ട്. സ്തോത്രം. Paul prayed for healing. പൗലോസ് തന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു.
it is recorded he prayed 3 times, but I don't think he prayed 3 times. He prayed more than 3 times, I think so. ഇതിനകത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന 3 പ്രാവശ്യമെങ്കിലും പൗലോസ് Or പ്രാർത്ഥിച്ചതാണ്. maybe- പക്ഷേ എൻ്റെ വിചാരം ചിലപ്പോൾ 3-ലധികം പ്രാർത്ഥിച്ചു Or കാണും. maybe he must have prayed these 3 times is, I don't know, excruciatingly special Yeah. anointed prayers that he must have prayed 3 times. ഇത് എൻ്റെ വിശ്വാസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ കേവലം 3 പ്രാവശ്യം എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകമായി ഈ പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതാണ് ഇവിടെ And രേഖപ്പെടുത്തിയിരിക്കുന്നത്. the Lord took his pen and signed a blank check for Paul? No. അതിന് പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് മറുപടി കൊടുത്തോ? ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്ന പോലെ മറുപടി കൊടുത്തോ? Kodto? ഇല്ല. No. God says, my. Complete the statement, my. Louder, louder. That means, Paul, I like the way you are praying. I want to answer your prayers, but no, this is not being answered. Instead, I give you my grace for daily living. പൗലോസ് ചോദിച്ചത് കർത്താവ് കൊടുക്കാതെ വണ്ണം പൗലോസിന് ദൈവം കൊടുത്തത് ഓരോ ദിവസത്തേക്കുമുള്ള തൻ്റെ കൃപയാണ് കർത്താവ് പൗലോസിലേക്ക് പകർന്നത്. Many times God places people and situations in our life and he does not remove them so that we can experience grace upon grace over us. നിങ്ങൾക്കറിയാമോ, ചിലപ്പോഴൊക്കെ ദൈവം പലരെയും ഹാർഡായിട്ടുള്ള സാഹചര്യങ്ങൾ, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും നമ്മുടെ ജീവിതത്തിലൂടെ കണക്ട് ചെയ്യുന്നത്, നമ്മളെ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അമിത കൃപ നമ്മൾ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും നമ്മുടെ ജീവിതത്തിൽ ദൈവം So തന്നിരിക്കുന്നത്. this grace enables you to endure and suffer for the name of the Lord also. ഈ ദൈവകൃപ കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകളും കഷ്ടതകളും സഹിപ്പാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. So grace as favor only is half teaching, not wrong teaching, a half teaching. അപ്പം കൃപ എന്ന് പറയുമ്പോൾ ഫേവർ എന്ന് മാത്രമാണെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുഴുപടിപ്പീരല്ല, പകുതി പഠിപ്പീരേ ഉള്ളൂ. That's what we are saying. We have favor. If God is not answering our prayers, but is allowing us to endure those situations, we have found favor with God. അപ്പം ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മോട് ഫേവർ ഇല്ലെന്നുള്ളതല്ല, പിന്നെയോ ആ സാഹചര്യത്തെ, ആ ബുദ്ധിമുട്ടിനെ അതിജീവിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുന്നു. അത് ദൈവം നമ്മളോട് കാണിക്കുന്ന ഫേവറാണ്. Imagine you did not get what you were praying for to the Lord. നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നില്ല എന്ന് സങ്കല്പിക്കുക. Humanly, we can be sad, we can be angry, we can be annoyed, even with our people or even the pastor or sometimes with God himself. അതായത് സ്വാഭാവികമാണ്. അത് നിമിത്തം നമ്മൾ ദൈവത്തോടും മറ്റുള്ളവരോടും ദൈവാസന്മാരോടും കൂട്ടുകാരോടും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, അനോയിഡുണ്ടാകാം. But we have to understand God's plans are greater, grander, higher for, and sometimes we cannot understand why this is happening. ദൈവത്തിൻ്റെ പ്ലാനുകൾ എന്ന് പറയും നമ്മുടെ ഭാവനകൾക്കും ചിന്തകൾക്കും അപ്പുറമാണ്. അതുകൊണ്ട് പലപ്പോഴും ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല. So stop crying why God did not answer my prayer. Thank God, God did not answer my prayer. അതുകൊണ്ട് ഇന്ന് വൈകിയ സമയം കർത്താവ് മറുപടി തരാത്ത വിഷയം ഓർത്ത് വ്യാകുലപ്പെടാതെ വണ്ണം കർത്താവിന് നന്ദി കരയുക. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് അതുപോലെ മറുപടി തരാത്തതോർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയുമോ നമുക്ക്? Paul and his team were denied access to Mysia and to one more location. That is why the gospel came into Europe overnight. പൗലോസും കൂടെയുള്ള പ്രിയപ്പെട്ടവരും ഏഷ്യയിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് തടഞ്ഞു. അതുകൊണ്ടാണ് സുവിശേഷം യൂറോപ്പിലെത്തുവാൻ കാരണമായത്. God's ways are marvelous and mysterious. ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും അത്ഭുതകരമായും രഹസ്യകരമായ മാർമികവുമാണ്. Say this with me. God's grace is marvelous and mysterious. Say this. കർത്താവിൻ്റെ വഴികൾ എപ്പോഴും അത്ഭുതകരവും മാർമികവുമാണ്. So you need this grace for daily living. അത് ദൈവത്തിൻ്റെ കൃപ ഓരോ ദിവസവും ജീവിപ്പാൻ നമുക്ക് ആവശ്യമാണ്. You need this grace to endure. ഇത് അതുപോലെ നമുക്ക് സഹിപ്പാൻ ദൈവകൃപ ആവശ്യമുണ്ട്. And even the Bible says God, what does it say in James 4:6? Anybody remembers James 4:6? യാക്കോബ് 4:16 ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 4:6. 4:6. It says God gives grace to the to the humble. ദൈവം
താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. There are too many, so this you need grace to be humble, and then you need more grace to stay humble. അതായത് ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് താഴ്മയുള്ളവരായി ഇപ്പം കഴിയത്തുള്ളൂ. അത് മാത്രമല്ല, ആ താഴ്മയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ദൈവകൃപ ആവശ്യമാണ്. This humility is not I am nothing, I am nothing, I am nothing, I am nothing, you give chance to others. No, but this grace is the acceptance that this humility is this accept I am weak, I cannot do it, but if God is asking me, God is enabling me, I will do it. ഈ താഴ്മ എന്ന് പറയുന്നത് എനിക്ക് പറ്റത്തില്ല വേറെ ആരോടെങ്കിലും പറഞ്ഞാട്ടെന്ന് പറയുന്നതല്ല. താഴ്മ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ ദൈവം എൻ്റെ മേൽ കൃപ തന്നാൽ ഞാനത് ചെയ്യാമെന്നുള്ള മനോഭാവം, അതാണ് താഴ്മ എന്ന് പറയുന്നത്. As pastors, we want you to do many things for the kingdom of God. ദൈവത്തിന്റെ ദാസന്മാരെന്ന നിലയിൽ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ദൈവമക്കൾ അധ്വാനിക്കണം, പ്രവർത്തിക്കണം എന്നുള്ളതാണ് കർത്താവിന്റെ ദാസന്മാരുടെ ആഗ്രഹം. But we get discouraged when you start saying, no, not me, ask somebody else, send them, use them, give. You are denying yourself the grace of God over your life. അപ്പം ഞാൻ കർത്താവിന്റെ ദാസന്മാര് ഒരുപക്ഷെ നിങ്ങളോട് പലതും ആവശ്യപ്പെടുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല വേറൊരാടെയും എന്ന് പറയുമ്പോൾ എന്തെന്നറിയാം, ദൈവകൃപ നിങ്ങളിൽ വെളിപ്പെടുന്നതിന് നിങ്ങൾ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. Instead, you should be willing to say, I don't know to do it, I have never done it, but if God is opening a way, I am willing to do it for God's glory. എന്നാൽ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ പറയുന്നത്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് അത് പറ്റാമെന്ന് അറിയത്തില്ല, എന്നാൽ ദൈവം എൻ്റെ മേൽ കൃപ കാണിച്ച അങ്ങനെ അവസരം എനിക്ക് തന്നു കഴിഞ്ഞാൽ, ദൈവം എൻ്റെ മേൽ കൃപ പകർന്നാൽ എനിക്കത് ചെയ്യുവാൻ കഴിയുമെന്ന് പറയണം. We need grace for daily living. ഓരോ ദിവസവും ദൈവകൃപ വേണം നമുക്ക് ജീവിപ്പാൻ. We are praying, I heard today also, Lord, break our comfort zone. ഞാൻ ഇന്ന് പകലും ഇവിടെ ചിലർ പ്രാർത്ഥിക്കുന്ന കേട്ടു, കർത്താവേ ഞങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യണമേ എന്ന്. What does that mean? That means what I'm usually doing, don't allow me to do, but help me to do something I've never done before. അതിന്റെ അർത്ഥം എന്താണ്? ഇന്നുവരെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വിഷയം അത് വളരെ എളുപ്പമാണ് എന്ന് അത് ചെയ്യുവാനില്ല, പക്ഷെ ഇതുവരെയും ചെയ്തില്ലാത്തതും ബുദ്ധിമുട്ടുള്ളതുമായ വിഷയം ചെയ്യുവാൻ ഉള്ള ഒരു മനസ്സാണ് അതിന്റെ അർത്ഥം. Grace for daily living. ഓരോ ദിവസവും ദൈവകൃപ ആവശ്യമുണ്ട്. In your workplaces, grace. നിങ്ങളുടെ ജോലി സ്ഥാനത്ത് ഓരോ ദിവസവും ദൈവകൃപ. In your homes, grace. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവകൃപ ആവശ്യം. In your relationships, grace. നമ്മുടെ അന്യോന്യമുള്ള ബന്ധങ്ങൾ, വ്യക്തിപരമായ ബന്ധങ്ങളിൽ ദൈവകൃപ ആവശ്യം. In your battles, grace. നമ്മുടെ യുദ്ധങ്ങളിൽ നമുക്ക് ദൈവകൃപ ആവശ്യമുണ്ട്. In your tears, grace. നമുക്ക് കരയുവാൻ ദൈവകൃപ ആവശ്യമുണ്ട്. In your suffering, grace. നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവകൃപ ആവശ്യമുണ്ട്. In your enduring, grace. സഹിഷ്ണുതയിൽ ദൈവകൃപ ആവശ്യമുണ്ട്. That is why the writer of Hebrew aptly says in Hebrews 4:16, let us approach this throne of grace with confidence. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് ഇപ്രകാരം പറയും 4:16 നമുക്ക് ദൈവത്തിന്റെ ഈ കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്തു വരാമെന്ന്. Let us read that together in English, then in Malayalam. Let us read it together on the screen. 1, 2 and 3. Let us then with confidence draw near to the throne of grace, that we may receive mercy and find grace to help in time of need. Oh, that's a mega promise for each and every one of us.